നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതായത് ജന്മനക്ഷത്രമാണ് നോക്കുക, തീയതിയല്ല നോക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് വിളക്കത്തെ ഇലയിട്ട് ഉണ്ണണം, അതിൻ്റെ രീതികൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കേക്ക് കട്ടിങ്ങിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ സംസ്കാരമല്ല, പാശ്ചാത്യരുടെ സംസ്കാരമാണ് കേക്ക് കട്ടിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് അതിന് ചുവടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ വന്ന കമൻറ്റാണ്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വ്യൂവറാണ്, കമൻസും ധാരാളമായിട്ട് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഈ കേക്ക് കട്ടിങ്ങിനെ ശക്തമായിട്ടൊന്ന് എതിർക്കായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ചെറിയ കുട്ടികളുടെ കയ്യിൽ അവർക്ക് 1 വയസ്സാവുമ്പോൾ തന്നെ ആയുധം എടുത്തു കൊടുക്കുന്ന ആ ഒരു സങ്കല്പമാണ് ഈ കേക്ക് കട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനെ ഒന്ന് എതിർക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് പറയാനായിട്ടുള്ളത്, നമുക്ക് എന്ത് കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട്. അത് പ്രാവർത്തികമാക്കേണ്ടത് ഓരോരുത്തരുടെയും മാനസികപരമായിട്ടുള്ള അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയാട്ടോ. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. അതായത് ഇപ്പോൾ 1 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളുടെ കയ്യിൽ ആയുധം എടുത്തു കൊടുക്കുക, കത്തിയാണല്ലോ എടുത്തു കൊടുക്കുന്നത് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അതൊരു കാര്യമാണ്, അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്കിന് മുകളിലായിട്ട് കുട്ടിയുടെ പേരൊക്കെ എഴുതി വെച്ച് നന്നായി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ കുട്ടിയുടെ പേര് എഴുതിക്കും. അപ്പോൾ അത് ആ കുട്ടി തന്നെയാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ആ കുട്ടിയെ തന്നെ മുറിവേൽപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്ത കൂടെ അവിടെ വരാം. അങ്ങനെയും വ്യാഖ്യാനിക്കാലോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് അത് ഊതിക്കെടുത്തു. അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഊതിക്കെടുത്തുന്ന ആ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയത്ത് വിളക്ക് ഊതിക്കെടുത്താണോ ചെയ്യുക? നമ്മൾ കൊളുത്തുക ചെയ്യുക. ഇപ്പോൾ വിളക്കല്ലെങ്കിലും അത് മെഴുകുതിരി ആണെങ്കിലും വെളിച്ചം പകരുന്നതാ. അപ്പോൾ അത് ഊതിക്കെടുത്തിയിട്ട് നമ്മളൊരു ആഘോഷം തുടങ്ങുമ്പോൾ അത് അശുഭകരമാണെന്നാണ് പറയുക. അതുകൊണ്ടൊക്കെയാണ് ഈ കേക്ക് കട്ടിങ് എന്നുള്ള ആ ഒരു രീതി അരുത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അരുത് എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കാനായിട്ട് വരുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അരുത് എന്ന് പറയണത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. നമ്മുടെ സംസ്കാരം എന്താണോ പറയുന്നത് അതേ രീതിയിൽ എപ്രകാരം ചെയ്യാം എന്നാണ് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അത് മനസ്സിലായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേറെ ഏത് സംസ്കാരങ്ങളിലൂടെ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിരുന്നാലും എല്ലാത്തിൻ്റെയും ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് നല്ല കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുക. എന്ത് കാര്യം പറയുമ്പോഴും ആദ്യം അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല കേട്ടോ.